നമ്മളെല്ലാം അവന്റെ പാവപ്പെട്ട അടിമകൾ മാത്രമാണ്. ഈ അടിമകളായ നമുക്ക് വിവരമില്ല, നമുക്ക് വിഷയങ്ങളുടെ വസ്തുതകൾ അറിയില്ല, അല്ലാഹുവിന്റെ തീരുമാനം നമുക്കറിയില്ല, അവന്റെ നിയന്ത്രണം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ യജമാനനായ റബ്ബിന് താഴ്മ പ്രകടിപ്പിച്ച് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ആ റബ്ബുമായി അടുത്ത് ജീവിക്കാൻ എന്തെല്ലാം ഉപാധികൾ മാർഗങ്ങളുണ്ടോ അതെല്ലാം തേടിപ്പിടിക്കുകയാണ് മുഅ്മിനീങ്ങളായ നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഓർമ്മപ്പെടുത്തിയത് ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂബി മിൻഹും. സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അതേപോലെ وأن أنظر إلى من هو دوني ولا أنظر إلى من هو فوقي. എന്നെക്കാൾ താഴെയുള്ളവനിലേക്ക് ഞാൻ നോക്കണം. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കട്ടപ്പുര തന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്നത്തെ ആളുകൾ ഭൂമി ലോകത്തുണ്ടല്ലോ, അങ്ങനെ ചെറ്റപ്പുരയിൽ ജീവിക്കുന്നവരുണ്ടല്ലോ. ആ ചെറ്റപ്പുരയിൽ ജീവിക്കുന്ന മനുഷ്യൻ ചിന്തിക്കണം, എനിക്ക് ഒരു സെന്റ് ഭൂമിയും ഒരു ചെറ്റപ്പുരയും അല്ലാഹു തന്നിട്ടുണ്ടല്ലോ, എന്നാൽ ഒരു സെന്റ് ഭൂമിയുമില്ല, ഒരു ചെറ്റപ്പുരയുമില്ല. റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ ജീവിതം നയിച്ചുകൊണ്ട് അവിടെ ദാമ്പത്യ ജീവിതം നയിച്ച് കുടുംബജീവിതം നയിച്ച് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്നത് പെറുക്കിത്തുന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ. എനിക്ക് അല്ലാഹു ഒരു സെന്റ് ഭൂമിയും ഒരു ചെറ്റപ്പുരയും തന്നിട്ടുണ്ടല്ലോ. ഞാൻ ഒരിക്കലും എന്നെക്കാൾ മേലെയുള്ളവരിലേക്ക് നോക്കരുത്. ഞാൻ ബസ്സിന് യാത്ര ചെയ്യുന്ന സമയത്ത് അതാ അയാൾ കാറിൽ പോകുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കരുത്. എനിക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള ആരോഗ്യവും ആ ബസ്സിന്റെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷും റബ്ബ് തന്നിട്ടുണ്ടല്ലോ. അതേസമയത്ത് ബസ് കയറി യാത്ര ചെയ്യാൻ കഴിയാത്ത ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ, അല്ലെങ്കിൽ ബസ്സിന്റെ ടിക്കറ്റിന്റെ കാശ് കയ്യിലില്ലാത്തത് കൊണ്ട് നടന്ന് നീങ്ങുന്നവരുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരും താഴോട്ട് നോക്കണം, മേലോട്ട് പാടില്ല. وألا أخاف في الله لومة لائم. ആക്ഷേപിക്കുന്ന ആളുകൾ ലോകത്ത് പലരുമുണ്ടാകും, കുറ്റം പറയുന്നവർ പലരുമുണ്ടാകും. അത് ഏത് നല്ല കാര്യം ചെയ്യുന്നവർക്കുമുണ്ടാകും, അല്ലാത്തവർക്കുമുണ്ടാകും. ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഒരൽപ്പവും മൈൻഡ് ചെയ്യാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല. وأن أقول الحق وإن كان مرا. ഞാൻ സംസാരിക്കുന്ന സമയത്ത് സത്യം മാത്രം പറയണം. അത് എത്ര കൈപ്പുറ്റനാണെങ്കിലും എത്ര പ്രയാസം അതിന്റെ പേരിൽ നേരിടുമെങ്കിലും ഞാൻ സത്യം മാത്രം പറയുന്നവനാകണം. ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അല്ലാഹുവിന്റെ വിഷയത്തിൽ ഭയപ്പെടാൻ പാടില്ല. وأن نكثر من قول لا حول ولا قوة إلا بالله. ഞാൻ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് നല്ല കാര്യം ചെയ്യാനുള്ള കഴിവും ഏത് തെറ്റുകൾ മാറി നിൽക്കാനുള്ള തൗഫീഖും എല്ലാം അല്ലാഹു നൽകുന്നതല്ലാതെ എന്റെ അറിവിന്റെ പവർ കൊണ്ടോ എന്റെ ധനത്തിന്റെ പവർ കൊണ്ടോ എന്റെ സ്വാധീനം കൊണ്ടോ എന്റെ വാക്ക് സാമർത്ഥ്യം കൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ ചിന്ത കൊണ്ടോ
മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടോ ഇവിടെ ഒന്നും നേടാൻ കഴിയൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, അവൻ തരുന്ന കഴിവുകൊണ്ടല്ലാതെ ഇവിടെ ഒന്നും സാധ്യമല്ല. ഈ വാചകം ഞാൻ മനസ്സിരുത്തി നാവുകൊണ്ട് ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ 7 വസിയ്യത്തുകൾ എന്റെ പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചെയ്തിരിക്കുന്നു. മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും എഴുന്നേറ്റ് 3 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിക്ർ ചൊല്ലണം. എല്ലാവരും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു 3 പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന SYSന്റെ പ്രവർത്തകരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിൽ അംഗമാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്ന പദ്ധതികളിൽ പങ്കുചേരാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു. അൽഹംദുലില്ലാഹ്. പടച്ച റബ്ബിനെ സ്തുതിക്കേണ്ടതാണ്. റബ്ബല്ലേ എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കുന്നവൻ. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് അവനവന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധത്തോടുകൂടെ ജീവിക്കണം. സാധുക്കളായ നമുക്കൊക്കെയും ഉത്തരവാദിത്വങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി. നിങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവരാണ്, നിങ്ങളെല്ലാം ഭരണാധികാരികളാണ്, നിങ്ങളെല്ലാം പല മേഖലകളിലും അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ കീഴിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. ഒരു കുടുംബത്തലവനായ വ്യക്തി അദ്ദേഹത്തിന്റെ മക്കളെ സംബന്ധിച്ച് പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് അല്ലാഹുവിൽ ചോദ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളെ കുടുംബങ്ങളെയും നിങ്ങൾ നരകം കാക്കണേ. ആ നരകമെന്ന് പറയുന്നത് അവിടെ കത്തിക്കപ്പെടുന്ന തീ, അവിടെ കത്തിക്കപ്പെടുന്ന തീ, ആ തീയിൽ വിറകായി ഉപയോഗിക്കപ്പെടുന്നത് പച്ച മനുഷ്യന്മാരെയാണ്. കല്ലുകളാണ്. നിങ്ങളെല്ലാം മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാരെ കത്തിക്കുന്ന ഒരു തീയുണ്ട്. നിങ്ങൾ വലിയ ഉറച്ച പാറകൾ കണ്ടിട്ടില്ലേ? ആ പാറകൾ കത്തിക്കപ്പെടുന്ന ഒരു തീയുണ്ട്. അതാണ് നരകാഗ്നി എന്ന് പറയുന്നത്. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. അലൈഹാ മലായികത്തുൻ ഗിലാമുൻ ശിദാദ് ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നിങ്ങൾ ഈ ഭൗതിക ലോകത്തുള്ള ജയിലുകൾ കണ്ടിരിക്കാം, ഈ ഭൗതിക ലോകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിരിക്കാം, ഈ ഭൗതിക ലോകത്തുള്ള പല ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കാം.
അവരിൽ പലരും ലോലമായ മനസ്സുള്ളവരുണ്ടാകും. ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇളവ് ചെയ്തു വരുന്നവരുണ്ടാകും. ശിക്ഷക്കടയിൽ ചെറിയ ചെറിയ സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരുണ്ടാകും. ശിക്ഷക്കടയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സൗമ്യമായ പെരുമാറ്റങ്ങൾ കിട്ടിയ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലരെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ആ പച്ച മനുഷ്യന്മാരെ കത്തിക്കപ്പെടുന്ന തീ, അതുപോലെ കല്ല് കത്തിക്കപ്പെടുന്ന തീ, ആ തീ നോക്കി നടത്തുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അല്ലെങ്കിൽ അത് നോക്കി നടത്തുന്ന മലക്കുകളുണ്ട്. അവർ അല്ലാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ വിഷയം നിങ്ങൾ ഓർക്കണം. ഒരു ദയയും അവർ കാണിക്കൂല, ഒരലിവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. വളരെ കടുത്ത പ്രകൃതിയും കടുത്ത മനസ്സുമുള്ള, വളരെ പരുഷമായ നിലക്ക് മാത്രം പെരുമാറുന്ന യജമാനനായ റബ്ബിനെ ധിക്കരിച്ചവരോട്, യജമാനനായ റബ്ബിനെ അനുസരിക്കാത്തവരോട്, യജമാനനായ റബ്ബിൽ വിശ്വസിക്കാത്തവരോട്, യജമാനനായ റബ്ബിന്റെ വഴിയിൽ ജീവിക്കുന്നതിൽ തിരിഞ്ഞു നടന്നവരോട് അവരുടെ പെരുമാറ്റം വളരെ കടുപ്പമുള്ളവരാണ് ആ മലക്കുകൾ. അവരോട് യജമാനനോട് കൽപ്പിക്കുന്നതെന്താണോ അതിനെതിരായി അവരൊന്നും പ്രവർത്തിക്കൂല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് അതേ വിധത്തിൽ തന്നെ ചെയ്യുന്ന വളരെ കടുപ്പമുള്ള മലക്കുകളാണ്. നരകം നോക്കി നടക്കുന്ന മലക്കുകൾ. ആ നരകത്തിന്റെ പിറകാകരുതേ. ഈ പാവപ്പെട്ട നമ്മൾ നരകത്തിൽ കടക്കാതെ അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു വെച്ച് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഈ ഉത്ബോധനം സ്വീകരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം സഹോദരന്മാരെ. അവിടെയാണ് മനുഷ്യന്റെ ഹൃദയം. മരിക്കാതെ ആരും ഇവിടെ ബാക്കി നിൽക്കൂല.